യെസ്, നമ്മൾ മനാങ് പോണ സമയത്ത് ഒരു കട്ടൻ ചായ കുടിക്കാൻ നിർത്തിയാണ്. ഈ വൈബ് ഒരു പ്രത്യേകതയാണ്. വെള്ളച്ചാട്ടത്തിന് മുമ്പിൽ നല്ലൊരു ചായക്കട, അടിപൊളി ബ്ലാക്ക് ടീ. ഈ ബ്ലാക്ക് ടീ കുടിച്ചുകൊണ്ട് നിൽക്കുമ്പോഴൊരു മനസ്സിനൊരു സുഖം അത് പറഞ്ഞറിയിക്കാനാവില്ല. എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ഒന്ന് ഇവിടെ വന്ന് കാണുക. ഊരിത്തിരിക്കുന്ന തണുപ്പാണ്, അടിപൊളി വൈബാണ്, സൂപ്പർ ചായ, സൂപ്പർ സ്പേസും സൂപ്പർ. എന്തോ സംസാദേ മിസ്റ്റർ ബോബി. യെസ്, താങ്ക് യു. ശരീരം കൊടുത്ത് അതിമനോഹരമായ കാഴ്ചയെ കണ്ട് മനാങ്ങിലേക്കുള്ള യാത്രയിലാണ്. പൊടിയായിട്ടുള്ള വെള്ളച്ചാട്ടം, എന്ത് മനോഹര കാഴ്ച നോക്കി. ഇത് കൺകുളിർക്കെ കാണാനല്ലേ ഇത്രയും കഷ്ടപ്പെട്ടുള്ള എത്തിയത്. ഇവിടെ കയറി വരാൻ കഷ്ടപ്പെട്ടാലും ഇവിടെ വന്നിട്ട് കാണുമ്പോൾ ഒരു സുഖമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കണമല്ല. ഹോട്ടലിൻ്റെ നിർമ്മിതി മൊത്തം പൈൻ മരം കൊണ്ടാണ് കേട്ടോ. ഇവിടെ പൈൻ മരങ്ങൾ ധാരാളമായിട്ടുണ്ട്. ഫുള്ള് ഫ്ലോർ, സൈഡ്, സീലിംഗ് ഒക്കെ പൈൻ മരം. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ ഒരു അടുപ്പ്, ഓവൻ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഈ റൂമിനുള്ളിൽ നല്ല ചൂട് തരും. എല്ലായിടത്തും നമുക്കിതുപോലെ അത്യാവശ്യം മദ്യവും ബിയറും ഒക്കെ കിട്ടും. നല്ല നല്ല ചൂടുള്ള ഭക്ഷണമാണ് തരിക. നമുക്കിന്ന് 7 മണിക്കാണ് ഫുഡ് പറഞ്ഞേക്കണേ. സമയം ഇപ്പോൾ 6:30 ആയിട്ടുള്ളൂ. അരമണിക്കൂർ നമുക്ക് വെയിറ്റിംഗ് ഉണ്ട്. അതിമനോഹരമായി സെറ്റ് ചെയ്തിട്ടുള്ള ഒരു കിച്ചനും അതുപോലെ തന്നെ ഡൈനിങ് ഹാളുമാണ്. 3 साल के अंदर रहेगा तो अपन 1 लाख रुपए लेते हैं। 3 साल के ऊपर रहेगा तो 2 लाख रुपए। 21 हॉट सॉस मैं फोन करता हूँ ना, संकेत रेंज कट रहा है। താങ്ക് യു സോ മച്ച്. നമ്മൾ മനാങ് പോയി കാഴ്ചകൾ കാണാൻ വേണ്ടി പുറപ്പെട്ടിട്ട് വന്ന് ഭക്ഷണം കഴിച്ച ഹോട്ടലും താമസിച്ച വീടുമാണ് ഈ കാണുന്നത്. നല്ല മനോഹരമായ സംഭവങ്ങളാണ്. ഇനി ഇവിടെ നമ്മൾ മനാങ്ങിലേക്ക് ഒത്തിരി പോകാനുണ്ട്. വലിയൊരു പർവ്വതത്തിൻ്റെ താഴെ ആണിതുള്ളത്. പക്ഷേ അവിടെ നിന്ന് കാഴ്ച കണ്ടില്ലേ, ഈ കാഴ്ചകൾ കാണുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. ഇനി ഇതിൻ്റെ അടുത്തേക്ക് നമ്മൾ പോകുന്നുണ്ട്. -5 ഒക്കെ വന്നു, പിന്നെ -7 ആയി. നല്ല തണുപ്പായി. നമ്മൾ തങ്ങിയതും അതുപോലെ തന്നെയാണ്. ബാക്കിലൊക്കെ പർവ്വതങ്ങളാണ്, പക്ഷേ കുറച്ച് ദൂരം ഉണ്ട് ആ പർവ്വതത്തിന്. ഒരു കുറച്ച് കരുതലോടെയാണ് ചെയ്തിട്ടുള്ളത്. ടിബറ്റൻ രീതിയിലാണ് ഇവിടെ നമുക്ക് തയ്യാറാക്കിയ വഴികളും കാര്യങ്ങളൊക്കെ. താമസ സൗകര്യമൊക്കെ സൂപ്പറാണ്. പോണ വഴിക്ക് തങ്ങിയ ഹോട്ടലും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും ഫ്രണ്ടിൽ കൂടെ ഒഴുകുന്ന നദിയും ഒരു ക്രോസ് പാലവും അതിമനോഹരമായ കാഴ്ച. ഇനി ഇവിടെ ഞങ്ങൾ യാത്ര പുറപ്പെടുകയാണ് മനാങ്ങിലേക്ക്. അവിടെ പോയി ഐസിൽ കളിക്കണം. മനാങ്ങിലെ ആപ്പിൾ വൈൻ ഉണ്ടാക്കുന്ന ഫാക്ടറികളാണ് ഈ കാണുന്നത്. ആപ്പിൾ തോട്ടം ഇതാണ്. നിർഭാഗ്യവശാൽ നമ്മൾ വന്നപ്പോൾ ആപ്പിള് പറിച്ചു കഴിഞ്ഞ സീസണാണ്. എന്നാലും നമ്മൾ ഹാപ്പിയാണ്. ശ്വാസത്തിന് അല്പം കുറവുണ്ട്, എന്നാലും കാണാൻ അതിമനോഹരമാണ്. ഷാഫിക എങ്ങനെയുണ്ട്? ആപ്പിളിൻ്റെ സീസൺ തീർന്നതാ, എല്ലാം പറിച്ചെടുത്തു. നമുക്ക് ഒരെണ്ണം വീണ് കിട്ടി. മനാങ് ആപ്പിൾ തോട്ടത്തിൻ്റെ കാഴ്ച കാണാൻ വന്നാണ്. ആപ്പിളെല്ലാം പറിച്ച സീസണാണ്. പക്ഷേ പർവ്വതങ്ങളുടെ മുകളിൽ മഞ്ഞ് പതിച്ചെടുക്കണണ്ട.
ദൂരം വലിയ പർവ്വതങ്ങളാണ് നോക്കി. സെറ്റല്ലേ? ഒരു ആപ്പിൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് പർവ്വത നിരയുടെ മുകളിൽ നിന്ന് വെള്ളം ഒലിച്ചിട്ട് ഫ്രീസായി കിടക്കണണ്ട. മനാങ് വാലി, മനാങ്ന്ന് ആപ്പിൾ തോട്ടം കാണാൻ വന്നതാണ്. ആപ്പിളൊക്കെ പറിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ആപ്പിളിൻ്റെ വൈൻ ഉണ്ടാക്കുന്ന ഫാക്ടറിയാണ് എൻ്റെ പുറകിലുള്ളത്. എന്ത് മനോഹരമായ കാഴ്ച എന്ന് പറയാം. മുകളിൽ നിന്ന് വെള്ളം ഒലിച്ചിറങ്ങിയിട്ട് അത് ഫ്രീസായി കിടക്കുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാണ്ട് എനിക്ക് പറയാൻ നാക്ക് പൊന്തണില്ല. അത്ര തണുപ്പാണില്ല. ഏതായാലും അതിമനോഹരമായ കാഴ്ചകളാണ്. എല്ലാവരും വന്നു പോകണം ഇവിടെ. എപ്പോഴെങ്കിലൊക്കെ വന്നു പോകണം. നല്ല കാഴ്ചകളാണ്. ജീവിതത്തിലൊന്നും മറക്കാൻ കഴിയില്ല. ചേച്ചിക്ക് വാക്കങ്ങ് വന്നില്ല തണുത്തിട്ട്. ഡാഷ്ബോർഡിൽ വെക്കുക. അപ്പൊ ഇളകില്ല. ഏതായാലും കുഴപ്പമില്ല, ഇളകണം. അധികം ഇളകില്ല. ഇളകുമ്പോഴല്ലേ നമ്മളങ്ങനെ പോയി എന്നറിയുള്ളൂ. മറ്റേതിങ്ങനെ സ്വിച്ച് കാണണ്ട. കോൺഫിഡൻസ് ഭയങ്കര. നല്ല ഹൈറ്റിലുള്ള വെള്ളച്ചാട്ടം ഈ പോലെ തന്നെ കാണും. മനാങ്ങിൽ ഞങ്ങൾ ഗ്ലൈസായി കിടക്കുന്ന തടാകങ്ങൾ കാണാൻ ഇറങ്ങിയതാണ്. അപ്പോൾ ഇതൊരു ചെറിയ തടാകമാണ്. ഗ്ലൈസറായിട്ട് കിടക്കുവാണ്, ഐസായിട്ട്. മോളിൽ നിന്ന് ഒലിച്ചു വരുന്നത് കംപ്ലീറ്റ് ഐസായിട്ടുണ്ട്. നല്ല കാഴ്ചയാണ് കേട്ടോ.